ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞങ്ങൾ മണാലി എത്തിട്ടോ. ഇതാണ് മണാലി ടൗണ്. മണാലി ടൗണിൽ നിന്ന് നമുക്ക് പോണ്ട മഞ്ഞും മലയൊക്കെ ഇങ്ങനെ കാണും കേട്ടോ. അവിടെ എത്തിയപ്പോൾ തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു. നമുക്ക് ടൗണിൽ നിന്ന് തന്നെ മറ്റേ മഞ്ഞിൻ്റെ മലകൾ ഇങ്ങനെ കാണാം കേട്ടോ. പക്ഷെ അത് പകുതി മഞ്ഞില്ല, അങ്ങനെയാണ് നിൽക്കണത്. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ അവിടെ ചെന്നിറങ്ങിയപ്പോൾ തന്നെ. ഹലോ, പിന്നെ ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതുണ്ടോ -4 ഡിഗ്രി കുറച്ചിട്ടുണ്ട്. കറക്റ്റ് ടൈമിന് ബസ് എത്തിയിട്ടുണ്ട് ഞങ്ങൾ. ഗൈസ്, ഇതാണ് കേട്ടോ നമ്മൾ കൊണ്ടുപോകുന്ന കാറ്. നമ്മൾ കയറട്ടെ. നമ്മളെ ഹോട്ടൽ കേട്ടോ, കാണിച്ചൊരു വിശദമായിട്ട്. ഇതാണ് കേട്ടോ നമ്മളെ ഹോട്ടല്. നമ്മളെ പാക്കേജുകാർ തന്നെയാണ് നമ്മളെ ഹോട്ടല്. ഫുഡ് എല്ലാം ഈ ഇവിടെ തന്നെയാണ് കേട്ടോ ഇൻക്ലൂഡ് ആയിക്കണേ നമ്മളെ പാക്കേജിൽ. അങ്ങനെ ഗായ്സ്, ഞങ്ങൾ അതിൻ്റെ തെരുവിലൂടെ നടന്ന് റോഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താ പറയുന്നോ? ഞങ്ങൾ റൂമിൽ പോയി കണ്ട് ഒന്ന് ഫ്രഷ് ആയി വന്നിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു കേട്ടോ. എന്താണ് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ്? രാവിലെ നമുക്ക് അടിപൊളി കോഫി കേട്ടോ. കോഫി അടിപൊളിയുണ്ട്. പിന്നെ വെജിറ്റബിൾ മാഗി ബ്രേക്ക്ഫാസ്റ്റ്. പാക്കേജിൽ ഇൻക്ലൂഡ് അല്ല കേട്ടോ. നമ്മൾ എക്സ്ട്രാ പാക്കേജിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പിന്നെ ഒരു വീഡിയോ ആക്കി ചെയ്യാം. കാണിച്ചു തരാം. നിനക്ക് മാഗി അല്ലേ? നിനക്ക് മാഗി. കഴിഞ്ഞ ദിവസം മണാലി പോയാൽ പിന്നെ ഫുള്ള് മാഗി മതി പറഞ്ഞത്. ഇന്നും മാഗി അവൾ കഴിച്ചോണ്ടിരിക്കണത്. അങ്ങോട്ട് 3 ദിവസം അവൾക്ക് മാഗിനെ കൊടുക്കുന്നത്. ഫുൾ മാഗി കേട്ടോ. എങ്ങനെയുണ്ട്? ഓക്കെയാ? കൈയേറ്റ് തിന്നണേ ഇഷ്ടം. കൈ മരടിച്ചിട്ടുണ്ട് പോലെ അതുകൊണ്ടാണ് ഞാൻ അതിൽ തിന്നത്. അപ്പൊ നമ്മളിപ്പോ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയ കേട്ടോ. നമുക്ക് 12 മണിക്ക് നമ്മളെ വണ്ടി വരും അല്ലേ. അപ്പൊ അതിന് മുന്നേ ഞങ്ങള് ഇതിലേക്കൊന്ന് ചുറ്റിക്കിറങ്ങാൻ ഇറങ്ങിയ. അപ്പൊ ഇവിടെ ഫുള്ള് ആപ്പിൾ മരമുണ്ട്. ആപ്പിളിന്റെ സീസൺ കഴിഞ്ഞ പോലെ. ഇത് നോക്കി, ഇതൊക്കെ ഇപ്പൊ ഉണങ്ങിയ ആപ്പിളല്ലേ അല്ലേ? അവിടൊക്കെ ഉണ്ട്. അതല്ലേ, നമുക്കൊന്ന് ആഞ്ഞ് തപ്പിയ ചിലപ്പോ ഒരു ആപ്പിൾ കിട്ടും. പൊട്ടന്മാർ ലുക്ക് ഉണ്ടല്ലേ ഞാൻ കണ്ണട കെട്ടിട്ട്. തണുപ്പുണ്ട് കേട്ടോ ഇവിടെ. ജാക്കറ്റ് ഇടാതെ നടക്കുന്ന 2 വ്യക്തികൾ ആരാ ചോദിച്ചാൽ ഞങ്ങളുണ്ടാവുള്ളൂ. കുളിച്ച് സത്യം കുളിച്ചിട്ടില്ല കേട്ടോ. പല്ല് തക റിന്യൂസിനെ ഒരുപാട് കുളിച്ചിട്ടോ. റിന്യൂസ് സ്പ്രേ അടിച്ചാൽ മതി. ഞാനേ റൂമിൽ നല്ല തണുപ്പ്. ബ്ലാങ്കറ്റ് ഒക്കെ 2 കട്ടിയുള്ള ബ്ലാങ്കറ്റ് ഉണ്ട്. പക്ഷെ അതിന് കടക്കാൻ വയ്ക്കില്ല. ഞങ്ങളൊരു കിട്ടിലം വ്യൂ കാണിച്ചു കേട്ടോ. ഇപ്പൊ കാണിച്ചുതരാം. കമോൺ റീൻസ് വാ. ഇവിടുത്തെ റൂംസ് ഒന്നും ഒരു രക്ഷയില്ല. അടിപൊളി വ്യൂ ആട്ടോ. കിട്ടു വ്യൂ ആണ്. ബാ ഇങ്ങോട്ട് വാ. ഇതാണ് മഞ്ഞാണ്, ഫുള്ള് മഞ്ഞ്. ഗൈസ്, അങ്ങനെ ഞങ്ങൾ കാർ ഡ്രൈവർ വന്നു. അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് ദിവസത്തെ ലൊക്കേഷനിലേക്ക് പോവാ. ഭയങ്കര ടെൻഷൻ. എന്താ പറയുന്നു? അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ലൊക്കേഷനിലേക്ക് പോവാട്ടോ. ഫസ്റ്റത്തെ ലൊക്കേഷൻ ഹിദ്മ ടെമ്പിൾ ആണ് കേട്ടോ. പിന്നെ പോണ വഴിക്ക് ഈ റൈറ്റ് സൈഡിൽ കാണി ബസ്സൊക്കെ നിർത്തിയിട്ട സ്ഥലം ഒരു ബസ് സ്റ്റാൻഡ് ആയിരുന്നു. പ്രളയത്തിൽ ഒലിച്ചു പോയതാണ്. ഇപ്പോൾ ബസ് റോഡ് കൂടെ ആയിട്ട് നിർത്തിയിടണേ. അത് ഞങ്ങൾ വീഡിയോയിൽ കാണിച്ചു തരട്ടെ നിങ്ങൾക്ക് ഈ പ്രളയം നടന്ന സ്ഥലം. പിന്നെ ഇതാണ് ഹിദ്മ ടെമ്പിൾ. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് നല്ല രസമാണ് കേട്ടോ അവിടെ കാണാനൊക്കെ. എൻട്രൻസ് അല്ല, നമ്മൾ നടന്നു പോണ ഒരു വഴിയാട്ടോ. എൻട്രൻസ് അതിലൂടെയാണ്. നമ്മളിവിടെ നടന്നു പോകണം. അതാണ് എൻട്രൻസ്. എന്താ പൂച്ച കുടിക്കണോ? കുടിക്കണെങ്കിൽ 50 റുപ്യ. കുടിച്ച് ഫോട്ടോസ് എടുക്കാന്. എങ്ങനെയുണ്ട്?
വെറൈറ്റി ആയില്ലേ? അല്ല നമ്മൾ ഇവിടെ വന്നിട്ട് 150 രൂപക്ക് റെന്റിന് വാങ്ങിയിട്ടില്ലേ? രണ്ടുപേർക്ക് 150 രൂപ. 200 പറഞ്ഞു 150 തന്നു ലാസ്റ്റ്. ഇല്ലല്ല 150 കൊടുക്കണം പാവല്ലേ. ഞങ്ങൾ കാശ്മീർ ഡ്രസ്സ്. ഇതെന്ത് ഡ്രസ്സാണ്? ഇത് ട്രഡീഷണൽ ഡ്രസ്സാണ്. ഞങ്ങൾ ഹിതമ്മ ടെമ്പിൾ വന്നിട്ട് ഞങ്ങൾ അടിപൊളി ഫോട്ടോസും കുറെ എടുത്തിട്ടുണ്ട് ഞങ്ങള്. ഇത് ഒക്കെപ്പാടെ പ്യാൻ ധരിച്ചിട്ടുണ്ട്. റീനസ് കിട്ടി ചീഞ്ഞ കൊട്ട കേട്ടോ. കൊട്ടയൊന്നും കാണില്ല. പാവം ചീഞ്ഞ കൊട്ട. ഞാൻ കൊടുത്തു എല്ലാരും വെറൈറ്റി ഞാൻ തിരിച്ചിട്ടാലോ കൊണ്ടുവരാ. അപ്പൊ നമ്മളിങ്ങി ഇവിടുന്ന് നമുക്ക് 3 സ്ഥലം കൂടി പോകണ്ടല്ലേ? എന്താ ഹിതമ്മ ടെമ്പിളിലെ പക്ഷെ ടെമ്പിൾ ഉള്ളത് കയറില്ല. ഞങ്ങൾ ഭയങ്കര കാണിച്ചു തരാം അങ്ങോട്ട് പോയിട്ട്. എന്താ പറയുക പ്രസാദം കൊടുക്കണ്ട അതിന് വേണ്ടി വരിക്കണല്ലോ. ഉച്ചക്ക് വന്നാൽ ഫുഡ് കിട്ടും. അപ്പൊ ഞങ്ങൾ ഇനി ഉണ്ടല്ലോ ടെമ്പിളിന്റെ ഉള്ളിൽ പോട്ടെ. ഡ്രസ്സ് ഊരി കൊടുക്കണം ആദ്യം. അത് കൊടുത്തിട്ട് ആ ഡ്രസ്സ് വാങ്ങി രാവിലെ കണ്ടോ കണ്ടോ. പക്ഷെ അതിനെ എടുക്കാൻ എനിക്കൊരു തോന്നണില്ല ഗൈസ്. ഇതാണ് ആ അമ്പലം. എല്ലാരും ഫസ്റ്റ് മണാലി വന്ന പിറ്റേ ദിവസം കേട്ടാ കൊണ്ടുവരാ. എന്തിനാന്ന് എനിക്കറിയില്ല. ഞങ്ങൾക്ക് മെയിൻ ആയിട്ട് വേണ്ടത് 2-3 ഫോട്ടോസ് ആയിരുന്നു. ടെമ്പിൾ ഇത് കാണുന്നത് ഞങ്ങൾക്ക് ആഗ്രഹമില്ലായിരുന്നു. ജസ്റ്റ് ആ ഡ്രസ്സിൽ ഫോട്ടോസ് എടുക്കണം. അത് കിട്ടി. പിന്നെ എവിടെ പോലും പിന്നെ റിന്യൂസിന് വിശപ്പിന് രസം ഉള്ളതുകൊണ്ട് ഞാൻ അടുത്ത വിശപ്പ് ഇത് ഇവിടുത്തെ ചെമ്മയ്യ കേട്ടത് കഴിക്കാൻ സ്ട്രീറ്റ് ഫുഡ്. ഒരേ വിഷത്തിനാണ് എൻ്റെ കുട്ടിക്ക് കണ്ടോ. ചീസ് ബർഗർ നല്ല അടിപൊളി ചീസ് ആയിരുന്നു അല്ലേ? കിട്ടുമായിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് സെക്കൻഡ് ലൊക്കേഷനിലേക്ക് പോവാട്ടോ. ഒരു ബുദ്ധ ടെമ്പിളാണ് ഇട്ടത്. ബുദ്ധനാണത്. ഇതിൽ ഓരോ ലിപികൾ കണ്ട ജി. ഇതാണ് ആഷിഫ. അങ്ങനെ അങ്ങനെ കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിച്ചാലാണ് ഈ സക്സസ് ആയി എൻ്റെ ലൈഫ്. മാർക്കറ്റ് കാണാറിറങ്ങിയതാണ്. ഒന്നും വാങ്ങിച്ചിട്ടില്ല അല്ലേ? അവിടെ അല്ല വാ. ചെയ്തോ കൊറേ സാധനങ്ങളുണ്ടല്ലേ? ഒന്നും എനിക്ക് വാങ്ങി തരില്ല പറഞ്ഞ്. ഞാൻ എന്നാലും നിലവിളിച്ച് വാങ്ങിപ്പിച്ചു. ഈ സാധനം എനിക്കില്ല. നല്ല അടിപൊളി ഡ്രസ്സാണ് ഇതൊക്കെ. അങ്ങനെ എനിക്കൊരു ജാക്കറ്റ് വാങ്ങി. എവിടെ പോലും ജാക്കറ്റ്. എന്ത് ബാംഗ്ലൂരില് തണുപ്പാണ് ജാസിയെ. ജാക്കറ്റ് ഇടാൻ തണുപ്പില്ല. ബാംഗ്ലൂരിൽ പുറത്തിറങ്ങിയ ജാക്കറ്റ് ഇടണേ. ശരിക്കും നമ്മളെ ബാംഗ്ലൂർ സ്ട്രീറ്റ് പോലുണ്ടല്ലേ? MG റോഡ്. ഒടുക്കുന്ന റേറ്റ് ആണ് സാധനത്തിനൊക്കെ. എല്ലാ സാധനം കിട്ടും. പക്ഷെ എല്ലാത്തിനും ഡബിൾ റേറ്റ് ആണ്. ഓലിങ്ങനെ 250 ഇട്ടേക്കും. എന്നിട്ട് ചെല്ലുമ്പോ എന്താ 250 ഓഫർ അല്ലേ? ഞങ്ങള് ചെന്നങ്ങനെ. പിന്നെ ഞങ്ങള് ഡൽഹി സരോജിനി മാർക്കറ്റിൽ പർച്ചേസ് ചെയ്യണം. അത് നിങ്ങൾക്ക് കാണിച്ചു തരണം. ഇവിടുത്തെ തിരക്കേക്കാറ് ഇത് ഞാൻ കാണിച്ചു തരണം കേട്ടോ. നാളത്തെ വീഡിയോസിലും ഫോട്ടോസിലൊക്കെ കാണാം. ഞങ്ങളെ പർച്ചേസിങ് ഒന്നും ഇല്ലേ? ഇനി
ജസ്റ്റ് മറ്റേത് വാങ്ങി ഞങ്ങള് എന്തെങ്കിലും പറയുന്നത് ഇതിനെന്ത് പറയാ എനിക്കറിയാനി എന്താ പറയാ എനിക്കറിയില്ല മാഗ്നറ്റിക് അല്ല അതിന് വേറൊരു സാധനം പറയല് അങ്ങനെ എന്തോ നമ്മൾ ഗോവയിൽ പോയപ്പോൾ വാങ്ങിയിട്ടില്ല ഇതേപോലെ എല്ലാ ട്രിപ്പിൽ പോകുമ്പോൾ ഇങ്ങനെ ഓരോന്ന് വാങ്ങണം കേട്ടോ ഓർമ്മ പണ്ടിട്ടാണ് അതൊക്കെ അല്ലേ ഞങ്ങളത് വാങ്ങി ഒരു ഗ്യാസിന്റെ മേത്തൊട്ടിച്ചു പിന്നെ ഞങ്ങൾ ഇവിടെ ഇരിക്കണ എന്തിനാ ചോദിച്ചാ ഇപ്പൊ ഇവിടെ ചെറുതായിട്ട് കാണാത്ത രീതിക്ക് മഞ്ഞിങ്ങനെ വീയുണ്ട് -1 എത്ര 0 ആയിട്ടുണ്ട് അപ്പൊ കുറച്ചും കൂടി കഴിയുമ്പോ -3 ആവും 3 ആവുന്നുണ്ട് അപ്പൊ അതിനും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് തണുപ്പ് കൂടി വരികയാണ് സഹിക്കാൻ പറ്റില്ല ഒരു ഗ്ലൗസും കൂടി വാങ്ങേണ്ടി വരും ഈ ജാക്കറ്റ് ഒക്കെ എടുത്തിടേണ്ടി വരും ഗൈസ് എവിടെ ചെന്നാലും എൻ്റെ മാപ്പിളക്കുള്ള പണിയാണിത് വേറെ ഉള്ള ഫോട്ടോ എടുത്ത് കൊടുക്കുക ഇങ്ങനത്തെ മാപ്പിളാർ നിങ്ങൾക്ക് ഉണ്ടോ പോസിംഗ് മാൻമാരെയാണ് ഇവിടെ തണുപ്പ് കൂടി വരണം ഇതാണ് ഇവിടുത്തെ മണാലിയിലെ ഒരു മാർക്കറ്റ് അറിയണം കേട്ടോ പക്ഷെ ഇവിടെ നല്ല റൈറ്റാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ മഞ്ഞ് പെയ്യണ കാണാനൊന്നും ഞങ്ങൾക്ക് സമയം കിട്ടില്ല അതിന് മുന്നേ ഞങ്ങൾ ഡ്രൈവറെ വിളിച്ച് ഞങ്ങൾ തിരിച്ച് റൂമിൽ പോകട്ടെ തണുത്ത് ആകെ വിറച്ചിക്കണില്ലേ ഞങ്ങള് ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്താണ് ഇവിടെ താഴെന്നൊരു മുട്ടായി വീടല്ല ഞങ്ങള് പിസ്സ ഓർഡർ ചെയ്ത് നെക്സ്റ്റ് പിസ്സ ഞങ്ങൾ വിചാരിച്ചു നിങ്ങൾ തിന്നാനാണ് പോയത് നിങ്ങൾ തിന്നാലേ ഞങ്ങൾക്ക് എല്ലാം കാണാൻ നല്ല ആരോഗ്യം ഉണ്ടാവുള്ളൂ ഞങ്ങൾ തിന്ന് ഞങ്ങളെ ഇഷ്ടം ഞങ്ങൾ കമ്മിറ്റഡ് ആണ് തിന്ന് ഞങ്ങൾ കാണിച്ചു തരൂല കൊതിയോടൂലേ എങ്ങനെ നിന്റെ കാണാൻ എങ്ങനെയുണ്ട് ഇത് ഫോണുമ്മ കളിക്കാനും തിന്നാനും മാത്രം ഉപയോഗിക്കുന്ന ശരി കഴിഞ്ഞില്ലേ വിശപ്പ് അറിയില്ലപ്പോ മാറിയോ മാറിയിട്ടില്ല ഇപ്പോഴും ഞാൻ എന്താണ്ടി ചൂടിലെന്താണ്ടി ഇവിടുന്ന് ഫുഡ് ഗൈസ് വീണ്ടും നൈറ്റ് ഫുഡ് ആയിക്കോട്ടെ വീണ്ടും കൊണ്ടിട്ടുണ്ട് ഒന്നും തോന്നണില്ല ഊതിക അങ്ങോട്ടേ ഊതിക അങ്ങോട്ടെ ഊത് കാണില്ല തിരിഞ്ഞത് എന്ത് ചപ്പാത്തി ചിക്കൻ കറി ചോറ് പയറ് നല്ല ചൂടിലത് അല്ലേ അടിപൊളി ചിരിക്ക് കെട്ടിപ്പൊട്ടി സന്തോഷത്തിൽ തണുക്കുണ്ടോ എനിക്ക് വിശ്വാസമല്ല ഇത് ചെമ്മരിയാടിന്റെ തൊലിക്കട്ടിയാണ് എനിക്ക് കണ്ടോ വല്ലാതല്ലേ ചെമ്മരിയാടിന്റെ തൊലിക്കട്ടിയാണോ ഗൈസ് ഞങ്ങൾ അടുത്ത് തിന്നാൻ പോണ ചൂടുകളാണ് വാവ് ചൂടുവെള്ളം മതി പകുതി മതി എനിക്ക് പകുതി മതി ബാക്കി വെള്ളം കൂട്ടി അടിച്ചാ ടേസ്റ്റ് ഉണ്ടോ മണാലി സ്പെഷ്യലാണ് അച്ചാറൊന്നും വേണ്ട ഗൈസ് ഞാൻ ജാസിനെ കൊറേ നേരമായി വിളിച്ചൊരു റീൽസ് എടുക്കാം വന്ന കാര്യം ഉണക്ക മഞ്ഞുമില്ല മഞ്ഞില്ല പക്ഷെ തണുപ്പുണ്ട് പക്ഷെ മഞ്ഞില്ലല്ലോ ഞങ്ങള് നാളെ പോണുണ്ട് പൈസ കൊടുത്തതാ എന്തായാലും പോയി വെള്ളം വേണോ കണ്ട അഭിനയിക്കാണ് പറയും ഇതാണ് ഇത്ര ചൂടഭിനയിച്ച കുടിക്കുമ്പോൾ സുഖം കിട്ടണില്ലേ ഞാൻ വെള്ളം കുടിച്ചാൽ എങ്ങനെ കാണിച്ചുതരാം ആദ്യം നമ്മൾ വെള്ളം കുടിച്ചുമ്പോൾ ഗ്ലൗസ് ഫുള്ളായിട്ട് ധരിക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് വെള്ളതാ
ഇതിൽ കുറച്ച് ചൂടുവെള്ളം ഉണ്ട്, ഇങ്ങനെ സൈനത്താകുക, കുറച്ച് തണുത്തുവെള്ളം ഉണ്ട്. ഇത് രണ്ടും ഇങ്ങനെ മിക്സ് ആക്കുക. മിക്സല്ല മിക്സ്, ഇതിങ്ങനെ പിടിച്ച മിസ്സൊക്കെ വിസ്മിച്ചാലും ഒരു കുടികൾ കുടിച്ച അപ്പൊ ഉണ്ട് കിട്ടണ ഹൈറും ബർക്കത്തും റഹ്മത്തും റബ്ബേ. ചുട്ടുപൊളിനെ കാണാൻ ചുട്ടു തൊയ്തൊപ്പിയുണ്ട്. പെരും തണുപ്പിട്ടോ. ഞാൻ അവിടെ പോയി കണ്ടിട്ട് ഡാൻസ് കളിച്ചേനി. ഞാൻ ഇതൊപ്പിടട്ടെ. ഒടുക്കത്തെ തണുപ്പാണല്ലേ റീനോ? റീനൂസേ നല്ല തണുപ്പാണ് കേട്ടോ. റീനോസ് മറ്റേ ചൂടിലെ ഗ്ലാസ്സൊക്കെ കൈ പിടിച്ചാണ്ട് ചൂടാക്കണമെന്ന്, കൈ ചൂടാക്കുമെന്ന്. അതൊക്കെ ചൂടാറി. -4 ഡിഗ്രി കേട്ടോ. ഇവിടെ നമുക്കൊന്നും നിൽക്കൂല കേട്ടോ, സൈക്കൂല ഇവിടെ. ഓല് പറഞ്ഞു ചെയ്തു കേരളത്തിൽ നിന്ന് വരുന്ന പോലെ ഇവിടെ മനസ്സിലായത് പാക്കേജ് ഒക്കെ 3 ദിവസം എന്തിനാ എടുക്കുന്നൊക്കെ. ഞാൻ 3 ദിവസമുള്ളൂ ഇത്രയും പൈസ കൊടുത്തിട്ട് എന്നൊക്കെ പറഞ്ഞു. സത്യം 2 ദിവസം മടുത്ത് പോകാൻ തോന്നിട്ടില്ലേ തണുത്തിട്ട്? രാത്രി ഉള്ള ഇടങ്ങാറ്, രാവിലെ എണീക്കുമ്പോഴും രാവിലെയാണ് ബുദ്ധിമുട്ട് തോന്നുന്നത്. അതിന്റെ ഇടക്കൊക്കെ പിന്നെ നോർമല് ഉച്ചക്ക് മുതൽ 0 ടൈമാണ്, കുഴപ്പമില്ല, വെയിലൊക്കെ ഉണ്ട്. പക്ഷെ വീണ്ടും തണുപ്പ്, വീണ്ടും തുടങ്ങും, 4 മണി വീണ്ടും തുടങ്ങും തണുപ്പ്. അപ്പോൾ ഞങ്ങളൊന്ന് ഉറങ്ങട്ടെ. ഇൻഷാ അല്ലാ നാളെ കാണാം. ബൈ. അസ്സലാമു അലൈക്കും.